നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ നിയമസഭാ നിയോജക മണ്ഡലത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ CPM-ന് ഒറ്റയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് ഏലത്തൂർ. CPM-ന് ഒറ്റയ്ക്ക് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ കഴിയും എന്നാണ് പാർട്ടി CPM വിശ്വസിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 3 ഇലക്ഷനുകളായി അവിടെ NCPയുടെ ശശീന്ദ്രനാണ് വിജയിച്ചു വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 പ്രാവശ്യവും മന്ത്രിയുമായിട്ടുണ്ട്. ഇപ്രാവശ്യം CPM-ന്റെ പ്രാദേശിക നേതൃത്വം അവിടെ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു താരതമ്യേന ദുർബലമായ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് MLA-യും മന്ത്രിയും ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. CPM സ്ഥാനാർത്ഥി തന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്നാണ്. പക്ഷെ നമുക്കറിയാം NCPയുടെ നേതാവ് ശശീന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒരു ആത്മബന്ധം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇടപെട്ട് ഒരിക്കൽ കൂടി NCPക്ക് ആ സീറ്റ് നൽകുവാനും ശശീന്ദ്രൻ അവിടെ നിന്ന് മത്സരിക്കുവാനും തന്നെയാണ് സാധ്യതകളൊക്കെ കാണുന്നത്. NCPയിൽ ഈ മന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോഴും പിണറായി വിജയൻ ഏകപക്ഷീയമായി തന്നെ ശശീന്ദ്രനെ പിന്തുണയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ പിണറായി വിജയന്റെ ആശ്രിത വത്സലൻ ഒരിക്കൽ കൂടി LDF-ന് വേണ്ടി അവിടെ അംഗത്തിനിറങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏലത്തൂരിൽ UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം DCK, അതായത് നമ്മുടെ മാണി സി കാപ്പന്റെ പാർട്ടി സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്, സുൽഫീഖർ മയൂരി. ഒരുപക്ഷെ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചയാണ് UDF-ൽ നിന്ന് വരുന്നത്. കാരണം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പും അതുപോലെ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും UDF-ന് ആ മണ്ഡലത്തിൽ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു മാർജിനിൽ തദ്ദേശ സ്വയംഭരണ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ UDF ലീഡ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും അടിസ്ഥാനമാക്കി ഈ കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം UDF-നുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുവാനുള്ള സാധ്യത കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ DCKയുടെ കയ്യിൽ നിന്ന് സീറ്റ് വാങ്ങിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുവാനുള്ള സാധ്യത കോഴിക്കോട് ജില്ലയിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. 2024 ലോക്സഭാ ഇലക്ഷനിൽ ഏലത്തൂരിൽ നിന്ന്, കോഴിക്കോട് നിയമസഭാ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 10,400 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവൻ തൊട്ടടുത്ത LDF സ്ഥാനാർത്ഥി ഇളമരം കരീമിനേക്കാൾ ലീഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മണ്ഡലം കോൺഗ്രസിന് അപ്രാപ്യമല്ല, കിട്ടുവാൻ സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് എന്ന ഒരു നിഗമനം UDF-നെ സംബന്ധിച്ചുണ്ട്. കോർപ്പറേഷനിലെ 6 ഡിവിഷനുകളാണ് ഈ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. അതിൽ ഏലത്തൂർ സീറ്റ് കോർപ്പറേഷൻ ഡിവിഷൻ UDF-ന് ഒപ്പമാണ്. ബാക്കിയുള്ള 5 ഡിവിഷനുകളും പൂത്തൂർ, ചെട്ടിക്കുളങ്ങര, മുക്കാവൂർ, ഇരഞ്ഞിക്കൽ, പുതിയാപ്പ മുതലായ മറ്റുള്ള 5 ഡിവിഷനുകളും LDF-നോടൊപ്പം നിൽക്കുമ്പോൾ ഒരു ഡിവിഷൻ മാത്രം UDF-നോടൊപ്പം നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഞ്ചായത്തുകൾ എടുത്താൽ ചെലനൂർ പഞ്ചായത്ത്, അവിടെ സീറ്റ് വിഹിതം എങ്ങനെയാണ്? LDF 12, UDF 11. ഒരു സീറ്റിൻ്റെ മേൽക്കോയ്മ LDF-നുണ്ട്. കക്കോടി പഞ്ചായത്ത് എടുത്താൽ LDF 17, UDF 6. അതിൽ നല്ലൊരു മെജോറിറ്റി LDF-നുണ്ട്. കക്കൂർ പഞ്ചായത്ത് എടുത്താൽ UDF 10, LDF 5. അവിടെ 5 സീറ്റിൻ്റെ മെജോറിറ്റി UDF-നുണ്ട്. കരുവാട്ടൂർ പഞ്ചായത്ത് എടുത്താൽ UDF 10, LDF 9. ഒരു സീറ്റിൻ്റെ മെജോറിറ്റി UDF-നുണ്ട്. നന്മണ്ട പഞ്ചായത്ത് എടുത്താൽ രണ്ടുപേരും തുല്യമാണ്, 8-8. 2 സീറ്റ് NDA-ക്കുണ്ട്. തലക്കുളത്തൂർ പഞ്ചായത്ത് എടുത്താൽ UDF 12, LDF 7. അങ്ങനെ ടോട്ടൽ പഞ്ചായത്തുകൾ എടുത്താൽ 2 പഞ്ചായത്തുകൾ LDF-നും നന്മണ്ട പഞ്ചായത്ത് തുല്യം 8-8-ലും 3 പഞ്ചായത്തുകൾ UDF-നുമുണ്ട്. അതായത് പഞ്ചായത്തിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ UDF-ന് ഒരു പഞ്ചായത്ത് അധികമുണ്ട്. മറ്റുള്ള പഞ്ചായത്തിലൊക്കെ ഭരണം നഷ്ടപ്പെട്ടുണ്ടെങ്കിലും UDF നല്ല ഫൈറ്റ് നടത്തുന്നുണ്ട്. ചെറിയ സീറ്റുകൾക്കാണ് പരാജയം സംഭവിക്കുന്നത്. നന്മണ്ടയിലാണെങ്കിൽ തുല്യം. പക്ഷേ കോർപ്പറേഷൻ സീറ്റുകൾ എടുത്താൽ അവിടെ LDF-ന് ഒരു നല്ല മെജോറിറ്റി ഉണ്ട്. ഒരു ചെറിയ മെജോറിറ്റി അല്ല, വലിയ മെജോറിറ്റി ഉണ്ട്. 5 സീറ്റുകൾ അധികമുണ്ട്. പക്ഷേ ടോട്ടൽ വോട്ടുകളുടെ ഒരു ഷെയർ എടുക്കുമ്പോൾ അവിടെ ചെറിയ വോട്ടുകൾക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ UDF ലീഡ് ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലും UDF സ്ഥാനാർത്ഥി അവിടെ MK രാഘവൻ 10,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കോൺഗ്രസിന് ആ മണ്ഡലം ഒന്ന് ശ്രമിച്ചാൽ, ആഞ്ഞു പിടിച്ചാൽ കിട്ടും എന്ന ഒരു ധാരണയിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ 3 തെരഞ്ഞെടുപ്പുകളും അവിടെ മത്സരിച്ചത് ഘടകകക്ഷികളായിരുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഇപ്പോൾ UDF-ന് വേണ്ടി കോൺഗ്രസ് മത്സരിക്കുന്നു എന്ന ചില ചർച്ചകളും ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പ്രത്യേകിച്ചും വിദ്യാ ബാലകൃഷ്ണൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്
പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് അവർ അവിടെ നിന്ന് മത്സരിക്കുന്നു എന്ന ചില നിഗമനങ്ങൾ വരികയാണ്. 2011 ഷേഖ് പി ഹാരിസാണ് അവിടെ മത്സരിച്ചത്, SJD സ്ഥാനാർത്ഥി. 2016 അവിടെ ജനതാദൾ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. 2021 അവിടെ DCK, അതായത് NCPയിൽ നിന്ന് പിളർന്നുപോയ വിഭാഗം, അവരാണ് മത്സരിച്ചത്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും അവിടെ UDFന് വേണ്ടി മത്സരിച്ചിട്ടുള്ളത് ഘടകകക്ഷികളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആ സീറ്റ് UDF ഏറ്റെടുക്കുന്നു, UDFന് വേണ്ടി കോൺഗ്രസ് വരുന്നു എന്ന വലിയ നിഗമനം നടത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കണ്ടതാണ്. അതുകൊണ്ട് പരമാവധി സീറ്റുകൾ നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി ഘടകകക്ഷികൾക്ക് കൊടുത്താൽ വിജയിക്കുവാൻ സാധ്യതയില്ലാത്ത സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ഏലത്തൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു നിയോജക മണ്ഡലമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.